ഇപ്പോഴും സംസാരിക്കാൻ പാടില്ല എനിക്ക്. മുടക്കിട്ട് പറഞ്ഞു. പിന്നെ ഞാൻ അവന് 10 രൂപ 20 വെച്ച് കൊടുക്കും. വെറുതെ 20 രൂപ തൊട്ട്. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ കഷായം ഗ്രീഷ്മയുടെ കേസ്, അതിന് വിധി വരാൻ ഇനിയും 1-2 ദിവസം കൂടെ വെയിറ്റ് ചെയ്യേണ്ടി വരും എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഗ്രീഷ്മയുടെ വക്കീൽ ഇന്നത്തെ ദിവസം കോടതിയിൽ പറയുന്നുണ്ടായിരുന്നു, ഷാരോൺ എന്ന വ്യക്തി ഗ്രീഷ്മയുടെ കുറെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്, വെച്ച് ബ്ലാക്ക്മെയിൽ ചെയ്യുമെന്നുള്ളൊരു അവസ്ഥ ഉള്ളതുകൊണ്ട് മാത്രമാണ് കൊല്ലണ്ട വന്നത്. അത് ഗ്രീഷ്മയുടെ ഭാഗത്ത് ശരിയുണ്ടെന്നുള്ള രീതിയിൽ വാദിക്കുകയുണ്ടായി. ഒരാൾ ഫോട്ടോസ് വീഡിയോസ് വെച്ചിട്ടുണ്ടോ, അത് ഉള്ളതാണോ ഇല്ലയോ എന്നുള്ളതിനെ നമുക്ക് അറിയില്ല. ഫസ്റ്റ് ഓഫ് ഓൾ, അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അയാളെ കൊല്ലുക എന്നുള്ളത് ഏത് വിധത്തിലാണ് നീതിയുക്തമായ കാര്യം എന്നുള്ളത് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. രണ്ടാമത്തേത് അവർ ഉയർത്തുന്ന വേറൊരു വാദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ കുട്ടിക്ക് 23-24 വയസ്സേ ഉള്ളൂ, ബിരുദാനന്തര ബിരുദധാരിയാണ്, അതുകൊണ്ട് ഇനിയും കുറേ ലൈഫ് കുട്ടിയുടെ മുന്നിലുണ്ട്, അച്ഛനെയും അമ്മയും ഒക്കെ ആ കുട്ടിയാണ് നോക്കേണ്ടത്. ഇതൊക്കെ നമ്മൾ ആൾറെഡി പ്രതീക്ഷയാണ് ഇതൊക്കെ ഒരു വാദമായിട്ട് വരും എന്നുള്ള കാര്യം. കഴിഞ്ഞ ദിവസം ചെയ്ത കുറ്റം കുറ്റമായിട്ട് തന്നെ തെളിയിക്കുകയുണ്ടായി. എന്താണ് കുറ്റവാളിക്ക് കൊടുക്കുന്ന ശിക്ഷ എന്നതിനുള്ള വാദമാണ് ഇപ്പോൾ നടക്കുന്നത്. അപ്പം ഗ്രീഷ്മയുടെ ഭാഗത്തു നിന്നുള്ള വക്കീൽ എത്രത്തോളം ഗ്രീഷ്മയ്ക്ക് ശിക്ഷയ്ക്ക് ഇളവ് വരുത്താമോ അതിനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇത് തിങ്കളാഴ്ചത്തേക്ക് വീണ്ടും മാറ്റിയിരിക്കുകയാണ്. നമ്മൾ വീണ്ടും 2 ദിവസം കൂടെ വെയിറ്റ് ചെയ്യണം. എന്നാൽ മാത്രമേ ആ ക്ലൈമാക്സിലോട്ട് എത്തിച്ചേരത്തുള്ളൂ. വേറെ വഴിയില്ലാത്തത് കൊണ്ടാണ് ഗ്രീഷ്മ ഷാരോണെ കൊന്നത് എന്നുള്ള വാദം എത്രത്തോളം ശരിയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നമ്മൾ ഗ്രീഷ്മയുടെ യാത്രാ വഴി പരിശോധിച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഗ്രീഷ്മ എത്രത്തോളം കുറ്റവാസനയുള്ള ഒരു വ്യക്തിയായിരുന്നു എന്നുള്ളത്. അതിനെ സാധൂകരിക്കുന്ന 1-2 വീഡിയോസ് നമുക്കൊന്ന് ജസ്റ്റ് കണ്ടു നോക്കാം. അത് കഴിഞ്ഞിട്ട് അതിനെപ്പറ്റി കൂടുതലായിട്ട് നമുക്ക് സംസാരിക്കാം. ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പം നമുക്ക് ആദ്യത്തെ വീഡിയോയിലോട്ട് കിടക്കാം. ആദ്യമായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് ഗ്രീഷ്മ നമ്മുടെ ഷാരോണിന്റെ കൂട്ടുകാരന് വേണ്ടി സംസാരിക്കാൻ ശകലമാണ്. അത് നമുക്ക് ആദ്യമായി ശ്രദ്ധിക്കാം. ഞാനെടുത്ത് തന്നതെന്ന് നീ ചോദിക്കേ. എനിക്ക് കള്ളം പറയണ കാര്യമൊന്നും ഇല്ല. ഞാൻ പറഞ്ഞത് സത്യമാണ്. കയ്പ് നോക്കാൻ വേണ്ടിയാണ്. ഞാൻ കുടിച്ചിട്ട് കയ്പ് എന്ന് പറയുമ്പോൾ അതിനെ കളിയാക്കും. അതുകൊണ്ട് ഞാൻ അതിൻ്റെ കയ്പ് എന്താണെന്ന് അറിയണമല്ലോ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ എടുത്ത് മാറ്റി വെച്ചിരുന്നത്. അമ്മയാണ് മരുന്നൊക്കെ വെച്ചിരിക്കുന്നത്, ഞാൻ എടുത്ത് മാറ്റി ഗ്ലാസ്സിലാണ് വെച്ചിരുന്നത്. നീ അത് ചോദിച്ചു നോക്ക്. കുടിച്ചത് അങ്ങേരല്ലേ, അപ്പം അങ്ങേർക്ക് മറക്കൂലല്ലോ. നീ ചോദിച്ചു നോക്ക്, എന്നിട്ട് പറ. ഇതിലും വലിയ നടിയെ നമുക്ക് സിനിമയിൽ പോലും കാണാൻ സാധിക്കില്ല. അത്രയും നല്ല വിദഗ്ധമായി അവനെ ചതിക്കുകയാണ് ഉണ്ടായത്. എന്നിട്ട് സ്വന്തം ജീവരക്ഷയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ സ്വന്തം ലൈഫിന് വേണ്ടി ഒരു ബുദ്ധിമുട്ടുള്ള സിറ്റുവേഷനിൽ ഒരാളെ കൊലപ്പെടുത്തി എന്നുള്ള രീതിയിലാണ് വാദം. പക്ഷേ നമുക്കിവിടെ കാണാൻ സാധിക്കും നല്ല പ്യുവർ അഭിനയം, നല്ല ചതിയിൽപ്പെടുത്തി അവനെ കൊന്നിട്ട് ഇങ്ങനെ അഭിനയിക്കാൻ കഴിയുമെങ്കിൽ അത് എത്രത്തോളം അവൾ ഒരു കുറ്റവാസന ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പം ഈ വാദത്തിന് ഒട്ടും ഒരു ബലം നൽകാത്ത രീതിയിലാണ് ഗ്രീഷ്മയുടെ തന്നെ ഓഡിയോ ശകലം കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. മറ്റൊരു വീഡിയോ നമുക്ക് ഒന്ന് കേട്ട് നോക്കാം. അന്ന് കുടിച്ചില്ല ഒരു എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞത്, ഒരു കയ്പുള്ള നമ്മളൊന്നും കുടിച്ചിട്ടില്ല, അതേപോലത്തെ ഒരു സാധനം കുടിച്ചെന്നാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ അത് കുടിച്ചതൊട്ട് ഛർദ്ദിൽ തുടങ്ങിയെന്നാണ് ഞാൻ വീട്ടിൽ പറഞ്ഞത്. പക്ഷെ എനിക്കും ഈ ജ്യൂസിന് എന്തോ ഡൗട്ട് തോന്നുന്നു. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഷാരോൺ ഒരിടത്തും ആ കുട്ടിയെ വിട്ടുകൊടുക്കുന്നില്ല. ആ കുട്ടിയാണ് ഇതൊക്കെ ചെയ്തതെന്നുള്ള രീതിയിൽ അവസാന നിമിഷം വരെ ഷാരോൺ പറയുന്നില്ല. അപ്പം ആ ഷാരോൺ എന്ന് പറയുന്ന വ്യക്തിയുടെ മനസ്സ് നമ്മൾ കാണാതെ പോകരുത്. സിനിമയിൽ പോലും ആർക്കെങ്കിലും ഇങ്ങനെയൊക്കെ അഭിനയിക്കാൻ പറ്റും? ആ കരച്ചിൽ കേട്ട് കഴിഞ്ഞാൽ ആരായാലും മനസ്സലിഞ്ഞു പോകും. ഈ കരച്ചിലൊക്കെ പെട്ടാണോ ഷാരോൺ ചിലപ്പം ഇതൊന്നും മനസ്സിലാക്കാതെ പോയത്, അല്ലെങ്കിൽ മനസ്സിലായിട്ട് പറയാതിരുന്നതാണോ? എന്തായാലും ഷാരോൺ സ്വയം കുരിയിൽ പോയി ചാടി എന്നല്ലാതെ എന്താണ് ഇതിനെപ്പറ്റി പറയുക? ചോദ്യം ചോദിച്ച സമയത്ത് പോലീസ് ഉദ്യോഗസ്ഥൻ ചില റെസ്പോൺസൊക്കെ കണ്ട് ഞെട്ടിയിട്ടുണ്ടായിരുന്നു ഗ്രീഷ്മയുടെ ഭാഗത്ത് നിന്ന്. അതെന്താണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം.
ഈ കൊലപാതകം, ഈ കളനാശിനി കളത്തിയുള്ള കൊലപാതകത്തിലേക്ക് അതിന് പറയുന്നത് അതങ്ങനെ നടപ്പാക്കുന്നു. അപ്പോൾ ഈ പോലീസ് ഉദ്യോഗസ്ഥർ ചോദിച്ച ഒരു പ്രധാനപ്പെട്ട ചോദ്യം, നിനക്ക് 23 വയസ്സല്ലേ ഉള്ളൂ, അങ്ങനെ 23 വയസ്സുള്ള ഈ ബിരുദാനന്തര ബിരുദമൊക്കെ പഠിച്ച, ലോകം കണ്ടിട്ടുള്ള, അല്ലെങ്കിൽ അത്യാവശ്യം വിവരം വിദ്യാഭ്യാസം ഉണ്ട് എന്ന് നമ്മൾ കരുതുന്ന ഒരു കൊച്ച് എന്തിനാണ് അങ്ങനെ ഒരു കൊലപാതകം നടത്തി? ഒരു കാമുകനെ ഒഴിവാക്കാൻ പല മാർഗ്ഗം ഉണ്ടായിരുന്നില്ലേ? പോലീസുകാർ ചോദിച്ചത് ഇങ്ങനെയാണ്, നിങ്ങളുടെ അച്ഛനും അമ്മയോടും പറഞ്ഞ് അവനിട്ട് 2 അടി കൊടുത്താൽ പോലും അവൻ ഇട്ടിട്ട് പോകുമായിരുന്നല്ലോ, അതിനൊന്നും ശ്രമിക്കാതെ എന്തിനാണ് ഇങ്ങനെ ഒരു കൊലപാതകം ആസൂത്രണം ചെയ്തത് എന്നുള്ളതായിരുന്നു. അപ്പോൾ ഗ്രീഷ്മ പറഞ്ഞതാണ് പോലീസുകാരെ ഞെട്ടിച്ചത്, സാറേ അവൻ എന്തായാലും ഇട്ടിട്ട് പോകുന്നില്ല, എൻ്റെ ചില ഫോട്ടോകളുമൊക്കെ ഉണ്ട് എന്നൊക്കെ ഞാൻ കരുതുന്നുണ്ട്, അതുകൊണ്ട് അവനെ കൊല്ലുകയല്ലാതെ എൻ്റെ മുന്നിൽ മാർഗമുണ്ടായിരുന്നില്ല. ഇനി കൊന്നാൽ തന്നെ എനിക്ക് എന്താണ്, കൂടിപ്പോയാൽ ഒരു 14 വർഷത്തെ ശിക്ഷ കിട്ടും. എനിക്കിപ്പോൾ 23 വയസ്സാണ്, 37-38 വയസ്സിൽ എനിക്ക് ജയിലിൽ നിന്ന് ഇറങ്ങാം, അതിനുശേഷം ഞാൻ ജീവിച്ചോളാം എന്നുള്ളതായിരുന്നു ഒരു ഉയർന്ന റാങ്കിലുള്ള ഉദ്യോഗസ്ഥനോട് ഗ്രീഷ്മ പറഞ്ഞത്. അപ്പോഴാണ് ആ അന്വേഷണ ഉദ്യോഗസ്ഥരൊക്കെ ഇത്രയും പഠിച്ച ഒരു കുട്ടി ഇപ്പം എൻ്റെ ശിക്ഷ ഇളവ് ചെയ്ത് തരണമെന്നൊക്കെ പറയണം, അല്ലെങ്കിൽ എനിക്ക് ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് കൊടുക്കരുത്, എൻ്റെ ശിക്ഷ ഇളവ് ചെയ്യണമെന്നൊക്കെ പറയുന്ന ആ കുട്ടി പറഞ്ഞത് ആലോചിച്ച് നോക്ക്. കൂടിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ജീവപര്യന്തം 14 വർഷം, 23 വയസ്സുള്ള ഞാൻ 37 വയസ്സുള്ളപ്പോൾ ഇറങ്ങും. അപ്പോൾ ആ ഒരു മൈൻഡ് സെറ്റ് ആലോചിച്ച് കൂട്ടി. ഇപ്പോൾ ഈ കേട്ട കാര്യം, ഇതിനു മുമ്പ് ആ കൂട്ടുകാരനോട് സംസാരിക്കുമ്പോൾ ഉള്ള കരച്ചിൽ, അല്ലെങ്കിൽ ഷാരോണിന് സംസാരിക്കുമ്പോൾ ഉള്ള അഭിനയം, ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും എത്രത്തോളം കുറ്റവാസനയുള്ള ഒരു വ്യക്തിയായിരുന്നു ഈ ഗ്രീഷ്മ എന്നുള്ള കാര്യം. ഗ്രീഷ്മ ചെയ്ത കാര്യങ്ങൾ നമ്മുടെ കണ്ണിന് മുമ്പിൽ തന്നെയുണ്ട്. ഷാരോണിൻ്റെ അച്ഛനും അമ്മയും എത്ര വിഷമത്തിൽ കൂടെയാണ് ഈ കഴിഞ്ഞ 1-2 വർഷം കടന്നുപോയതെന്നുള്ളത് അത് അവർക്ക് മാത്രമേ അറിയുള്ളൂ. ആ ഷാരോണിൻ്റെ അച്ഛൻ പറയുന്ന വാക്കുകൾ കൂടി നമുക്കൊന്ന് കേട്ടു നോക്കാം. വരും, കുറച്ച് നേരം ഇവിടെ ഇരിക്കും. മോൻ്റെ ബെഡ്ഷീറ്റും മോൻ്റെ തലവണയൊക്കെ കോടതിയിലാണ്. 23 വയസ്സ് വരെ നല്ല വിദ്യാഭ്യാസം കൊടുത്ത് ഒരു അച്ഛനും അമ്മയും വളർത്തുകയെന്ന് പറഞ്ഞു. ചിന്തിച്ചു നോക്കാം, മോൻ്റെ നൂലുകെട്ടിന് കൊണ്ടുപോയതാണ്. ഈ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഓർമ്മകളിലാണ് ഇപ്പോൾ എനിക്ക് പിന്നെ കഷായം തന്നിട്ട് അതിൻ്റെ കൂടെ എന്തോ മിക്സ് ചെയ്തിട്ടുണ്ട്, പപ്പ ഞാൻ മരിച്ചു, എനിക്ക് മാപ്പ് തരണമെന്ന് എൻ്റെ അടുത്ത് പറയുകയും ചെയ്തു. എന്നിട്ട് പോലും ഷാരോൺ ഗ്രീഷ്മയെ അവസാന നിമിഷം വരെയും വിട്ടുകൊടുക്കാതെ കൂടെ പിടിച്ചു നിർത്തി. പക്ഷേ മരിക്കുമെന്നുള്ളൊരു സിറ്റുവേഷൻ വന്നതുകൊണ്ട് മാത്രം ഷാരോൺ അത് പുറത്ത് പറയുകയാണ് ഉണ്ടായത്. അപ്പം എത്രത്തോളം ഒരു ക്രൂരമായ ഒരു മനസ്സിന് ഉടമയായിരുന്നു ഈ ഗ്രീഷ്മ എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാം. അപ്പം ഇത്രയും വളർന്ന ഒരു സൊസൈറ്റി, ഇപ്പോഴൊക്കെ പ്രണയവും ബ്രേക്കപ്പും ഒക്കെ വെറും സാധാരണ കാര്യമായിരിക്കുന്ന ഈ സമയത്ത് ഒരാളെ ജീവിതത്തിൽ നിന്നും മാറ്റാൻ ഇതായിരുന്നു ഒരേ ഒരു പോംവഴി എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. അതും ഇത്രയും പഠിച്ച ഒരു കുട്ടി, ഈ ഒരു കുട്ടിയുടെ മനസ്സ് ഏത് രീതിയിലാണ് ചിന്തിക്കുന്നത് എന്നുള്ള കാര്യം നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. ഒരു കുടുംബമേ തകർന്നു പോകുന്ന രീതിയിലുള്ള പ്രവൃത്തി ചെയ്തിട്ട് നമുക്ക് ഏത് രീതിയിൽ അതിനെ ന്യായീകരിക്കാൻ പറ്റും? ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്ന കാര്യം താഴെ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യുക. അപ്പം വീണ്ടും ഒരു വീഡിയോ കാണുന്നതിനും വരെ ഗുഡ് ബൈ.